എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. ഇന്ന് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നേന്ത്രപ്പഴം പ്രഥമൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഒരു 2-3 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ പോലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നേന്ത്രപ്പഴം നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതിന് പകരം കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴോ നമ്മളെ കുട്ടികൾക്ക് വീട്ടിൽ എപ്പോഴും അത്യാവശ്യം നേന്ത്രപ്പഴമൊക്കെ നമ്മളെ വീട്ടിലുള്ള സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതേ നേന്ത്രപ്പഴം ഞാൻ തോല് കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിത് ഒരു 3 അച്ച് വെല്ലം നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ബെല്ലമൊക്കെ എപ്പോഴും നമ്മൾ എന്തിനു ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ആദ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അല്പം കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. ഈ ഒരു കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴാണ് നമ്മൾ കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ, അല്ലേ ഇത് കരിഞ്ഞു പോവേ. അത് ചെറിയ തീയിൽ വെക്കുക, നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ആണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടോ, ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്തു. ഇനി ഈ ഒരു എണ്ണയിൽ നിന്ന് അത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത പഴം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പുഴുങ്ങിയിട്ടാണ് പഴം എടുക്കുന്നതെങ്കിൽ അതേ പഴം തന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഒന്ന് ഇതുപോലെ തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പുഴുങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. പഴം വട്ടത്തിലരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ട് അടിക്കരുത്. അല്ലാതെ തന്നെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് വിപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കരുത്. ഇത് കണ്ടോ, ഇതും കൂടി നമ്മൾ ആ നെയ്യിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ ആ കശുവണ്ടിയും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തിട്ട് അത് എടുത്ത് മാറ്റിയിട്ട് അതേ നെയ്യിലേക്ക് തന്നെ, വേറെ നെയ്യൊന്നും ഒഴിക്കേണ്ട, അതേ നെയ്യിലേക്കാണ് ഈ പഴം ഇട്ടിട്ട് വരട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നേരം ഒന്ന് വരട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിച്ച് എടുത്ത ബെല്ലപ്പാനിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ബെല്ലവും ഈ ഒരു പഴം കൂടി നന്നായിട്ട് മിക്സായി വരട്ടെ. അതുവരെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് ഈ ഒരു പാനിയും അതുപോലെ തന്നെ ഈ ഒരു പഴം ഒരുമിച്ചായി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ബെല്ലപ്പാനി ഈ ഒരു പഴത്തിനോട് ചേർന്ന് നല്ല വരട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ വളരെ ക്ഷമയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ബെല്ലപ്പാനിയായിട്ട് നമ്മുടെ ഈ അരച്ചിരിക്കുന്ന പഴം നന്നായിട്ട് യോജിച്ച് വരും കേട്ടോ. അത് നന്നായിട്ട് ആ ബെല്ലപ്പാനിയൊക്കെ ഒന്ന് വറ്റി നല്ല അത്യാവശ്യം ഒന്ന് വരണ്ട് വരുന്ന ആ ഒരു രൂപത്തിലാക്കി എടുക്കണം നമ്മൾ. ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് വളരെ ഒരു 4 പഴം എന്ന് പറയുമ്പോഴത്തേക്ക് അധികം സമയമൊന്നും എടുക്കില്ല. ഇതൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ വേഗം ആവട്ടോ. അത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് വരണ്ട് അതിലെ വെള്ളമൊക്കെ അത്യാവശ്യം നമ്മുടെ ബെല്ലപ്പാനിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങേൻ്റെ, ഇപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇങ്ങനത്തെ ഒരു കപ്പിൽ ഒരു മുറി 2 പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ആദ്യം നമ്മൾ ഈ ഒരു ബെല്ലപ്പാനി ഒഴിച്ച് ആ ബെല്ലപ്പാനി ഒന്ന് വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ 2 പാൽ ഒരു കപ്പ് അളവിൽ, ഒരു ഗ്ലാസ് അളവിൽ 2 പാനി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു 2 പാനിയിൽ കിടന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു 2-3 ഏലക്കായും ഒരല്പം ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡും കൂടി ഒന്ന് ഒരു എന്താ പറയുക ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. വറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് പച്ചക്കുത്ത് ക്യൂമിൻ സീഡിനൊക്കെ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് അത് നമുക്ക് ആവശ്യമില്ല. വളരെ ചെറിയൊരു ടേസ്റ്റ് മതി. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം, കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകം ഇട്ട് കൊടുത്ത് അത്യാവശ്യം എന്താ കുറുകി വന്നു. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നതിന് ശേഷം നല്ല കുറുകിയ 1 പാൽ ഒരു ഗ്ലാസ് അളവിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 പാൽ ചേർത്ത് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അളവിൽ 1 പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മളെ പായസം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ റെഡിയായി. ഇത് കണ്ടോ, ഒരു തരി പോലും നേന്ത്രപ്പഴത്തിൻ്റെ കട്ടകളോ ഒന്നുമില്ല, നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിഗംഭീരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നേന്ത്രപ്പഴം എല്ലാ വീടുകളിലും മിക്കപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യിൽ വറുത്ത കപ്പലണ്ടിയും
പിന്നെ കിസ്മിസും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആദ്യം തന്നെ നെയ്യിൽ വറുത്തിട്ട്. അപ്പോൾ അതും കൂടി പായസം റെഡിയായി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളി പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടു കൂടി അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സ്നേഹത്തോടു കൂടി ഒരുപാട് എന്താ പറയുക, നല്ല ഒരു ദിവസമാവട്ടെ എല്ലാവർക്കും ഒന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാനും മറക്കല്ലേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.